നമസ്കാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രതിരോധം അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. തിരുവനന്തപുരത്ത് പ്രമുഖ നേതാക്കന്മാർ അടക്കം എത്തിയിട്ടുണ്ട്. രാജ്ഭവന് മുന്നിലാണ് പ്രതിരോധത്തിൻ്റെ ജനകീയ പ്രതിരോധത്തിൻ്റെ അവസാന കണ്ണി. അവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുക. അല്പസമയത്തിനകം പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും. വിശദാംശങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, എപ്പോഴായിരിക്കും ആരംഭിക്കുക? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രമുഖ നേതാക്കന്മാർ ആരൊക്കെയാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജനകീയ പ്രതിരോധ സമരത്തിന്റെ സമാപന പോയിന്റായ രാജ്ഭവന് മുന്നിലാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ എത്തി ജനകീയ സമരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. CPM-ന്റെ വർഗ ബഹുജന സംഘടനകളിലെ പ്രവർത്തകർ ഒപ്പം സാധാരണക്കാരായ ജനങ്ങൾ കൂടെ ഈ സമരത്തിൽ അണിനിരക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം കേന്ദ്ര നയങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയായാലും മറ്റ് ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ കടന്നുപോകുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ 1000 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ സമര പരിപാടി ആരംഭിക്കും. ഇവിടെ MC റോഡും അതുപോലെ തന്നെ NH രണ്ട് മേഖലകളായി തിരിച്ചുകൊണ്ട് 85 കിലോമീറ്റർ ദൂരത്തിലാണ് ജനകീയ പ്രതിരോധ സമരം നടക്കുന്നത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ജനറൽ സെക്രട്ടറി CPM-ന്റെ ജനറൽ സെക്രട്ടറി ഈ ഒരു ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക. വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഓരോരോ പോയിന്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പൊതുസമ്മേളനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതിനുശേഷം 4:50 പ്രതിജ്ഞ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം എന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതോടുകൂടിയാണ് ഈ ജനകീയ പ്രതിരോധ സമരത്തിന് സമാപനം കുറിക്കുന്നത്. തീർച്ചയായും ഒരു സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിൽ വളരെയധികം പങ്കാളിത്തം കൊണ്ട് ഈ സമരം ശ്രദ്ധ നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സമരം തന്നെയാണ് CPM-ന്റെ പ്രതിരോധ സമരം എന്ന നിലയിലേക്ക് മാറുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. സുനിൽ, 2009 മനുഷ്യച്ചങ്ങല നമ്മളെല്ലാവരും കണ്ട ഒരു വലിയൊരു പ്രതിഷേധമായിരുന്നു. അതിനുശേഷം ഉണ്ടായ സെക്രട്ടേറിയറ്റ് വളയലടക്കമുള്ള വലിയ സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. 25 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അതിനേക്കാൾ ഉപരി ജനങ്ങൾ പിന്തുണ അറിയിച്ചുകൊണ്ട് സമരത്തിൽ അണിനിരക്കുന്നു. സാംസ്കാരിക പ്രവർത്തകർ, മറ്റ് വിവിധ മേഖലയിലടക്കമുള്ള പ്രതിഭകളും ഒക്കെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. എത്രത്തോളം പങ്കാളിത്തമാണ് അവിടെയുള്ളത്? വഴിയും NH വഴിയും കടമ്പാട്ടുകോണം, തട്ടത്തുമല, MC റോഡിലെ ബോർഡറായ തട്ടത്തുമല, ഇങ്ങനെ 85 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രതിരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വർഗ ബഹുജന സംഘടനകളുടെ കൂടെ ഒരു പങ്കാളിത്തം ഇതിനകത്തുണ്ട്. ഒരു ഭാഗത്ത് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ചിത്രരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നു. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, നിരവധി വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ സമരത്തിൽ അണിനിരക്കുന്നു എന്നതാണ് ഈ ജനകീയ പ്രതിരോധത്തിന്റെ പ്രത്യേകതയായി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു സമരം CPM-ന്റെ തന്നെ സമരങ്ങൾ ഉൾപ്പെടെ നേരത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമരങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു സമരമായി ഇത് മാറും എന്നുള്ളത് തർക്കമില്ല. കാരണം അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ജനകീയ പങ്കാളിത്തം തന്നെയാണ്. ജനങ്ങൾ കൂടെ ഏത് മേഖല, പ്രത്യേകിച്ച് തൊഴിലുറപ്പ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്, പെൻഷൻ അട്ടിമറിച്ചിട്ടുള്ള നിലപാട്, സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ, ഈ എല്ലാ നയങ്ങളും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിന് CPM തുടക്കം കുറിക്കുന്നത്. സുനിൽ, നവമാധ്യമങ്ങളിലൂടെ അടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സമരമായിരുന്നു ഈ ജനകീയ പ്രതിരോധ സമരം. അതുകൊണ്ട് തന്നെ യുവാക്കളുടെയൊക്കെ തന്നെ പ്രാതിനിധ്യം എത്രത്തോളം പിന്തുണ വർഗ ബഹുജന സംഘടനകൾക്കൊപ്പം തന്നെ യുവജനങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? അത്രത്തോളം ആ ഒരു പങ്കാളിത്തം അവിടെ എങ്ങനെ ദൃശ്യമാണ്?
സംസ്ഥാനത്തെ പാർട്ടി സഖാക്കൾക്കും ബഹുജനങ്ങൾക്കും സഖാവ് യെച്ചൂരിയുടെ സാന്നിധ്യം തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. സമരത്തിന്റെ എൻഡിംഗ് പോയിന്റാണ്. ഈ സ്ഥലത്താണ് CPM ജനറൽ സെക്രട്ടറി ആണ് ഇവിടുത്തെ പങ്കാളിത്തം കൊണ്ട് ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. CPM-ന്റെ SRP ആണ്. ഈ മഞ്ചേശ്വരത്ത് ഈ ജനകീയ സമരത്തിന് ജനകീയ ധർണയ്ക്ക് ഈ ഒരു സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് SRP വളരെ അഭിമാനത്തോടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് എല്ലാ ജനങ്ങളും ഒറ്റ നടക്കുന്നത്. ഇവിടെ ഏരിയ സെക്രട്ടറിമാരും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെയാണ് പ്രതിരോധത്തിന് അഭിസംബോധന ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധം അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് മുതൽ തിരുവനന്തപുരം ഇപ്പോൾ SRP സംസാരിക്കുന്നു. അതിലേക്ക് വിലക്കയറ്റം തടയാനാകുമായിരുന്നു മാത്രമല്ല വില താഴോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. മോഡി ഗവൺമെന്റ് അതിന് തയ്യാറായില്ലേ? മുമ്പ് എന്തു വിലയാണോ ഉണ്ടായിരുന്നത് ഏതാണ്ട് ആ വില നിലവാരത്തിൽ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലനിർത്താൻ ശ്രമിക്കുന്ന നടപടികളാണ് അവർ എടുത്തത്. ഒന്ന് ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിച്ചു. അങ്ങനെ ജനങ്ങളുടെ മുകളിലേക്ക് ഈ ഭാരം കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്താ ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കാൻ തയ്യാറായത്? ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്തിനിടയിൽ തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് നിരവധി ലക്ഷം കോടി രൂപയുടെ നികുതി സൗജന്യം ഈ ഗവൺമെന്റ് നടപ്പാക്കി. അതിനെങ്ങനെയാ പരിഹാരം കാണുക? വിലയിടിഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ നികുതി കെട്ടിവെച്ച് പരിഹാരം കാണാൻ ശ്രമിച്ചു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന സ്വകാര്യ കോർപ്പറേറ്റുകളുണ്ട്. അത്തരം സ്വകാര്യ കോർപ്പറേറ്റിന്റെ തലവനാണ് അംബാനി, റിലയൻസ്. ഉയർന്ന വിലയ്ക്ക് പെട്രോളിയം വിൽക്കാൻ ഈ ഗവൺമെന്റ് അദ്ദേഹത്തിന് അനുമതി നൽകി. അതിന്റെ ഫലമായി അംബാനിക്ക് നിരവധി ലക്ഷം കോടി രൂപയുടെ അമിത ലാഭം ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് മോദി ഗവൺമെന്റ് ചെയ്തത്. സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുക ഈ ഗവൺമെന്റിന് താല്പര്യമില്ലേ? ഈ ഗവൺമെന്റ് സാധാരണക്കാർക്കെതിരായ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് അംബാനിയുടെ ഗവൺമെന്റാണ്, അദാനിയുടെ ഗവൺമെന്റാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിക്കും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെ CPM-ന്റെ ജനകീയ പ്രതിരോധം അല്പസമയത്തിനകം തുടങ്ങുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിലായിട്ടുള്ള പ്രക്ഷോഭം മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ നീളുന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കമായിരിക്കുന്നു. 25 ലക്ഷത്തോളം പേർ സമരത്തിൽ അണിനിരക്കുന്നു. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ തുറകളിൽ നിന്നും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ഒട്ടനവധി പേരും അണിചേരുന്നു. 2009 കണ്ട മനുഷ്യച്ചങ്ങല, അതിനുശേഷം തുടർന്ന് വന്ന സെക്രട്ടേറിയറ്റ് അടക്കമുള്ള വലിയ പ്രതിഷേധ സമരങ്ങളുടെ ഇരട്ടി പ്രാതിനിധ്യമാണ് സമരത്തിന് ലഭിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ പ്രക്ഷോഭ സമരം
അതിന്റെ ആരംഭഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് യെച്ചൂരി സംസാരിക്കുന്നു. അതിലേക്ക് within this 1 year, nothing has been accomplished in the direction of what they promised. On the other hand, there has been a relentless pursuit of their communal agenda, of the hardcore Hindutva agenda, with the whole purpose of trying to transform our secular democratic Republic of India into their RSS version of a rabidly religious, intolerant Hindu Rashtra. That is the real agenda that is being pursued. And at the third level, you have widespread corruption that has surfaced even within the course of this 1 year. അതിസങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഭാരതത്തിൽ അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ സർക്കാർ അധികാരത്തിലേറ്റത്. എന്നാൽ അവയെല്ലാം തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മതനിരപേക്ഷ രാഷ്ട്രമായ ഭാരതത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി, ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിവിപുലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതി, അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, അതിനെ സംബന്ധിച്ച് അവർക്കൊന്നും തന്നെ പ്രത്യേകിച്ച് പറയുവാനില്ല. ഹിന്ദുത്വ അജണ്ട ക്രമേണയായി നടപ്പിലാക്കുകയും ഈ മതനിരപേക്ഷ രാഷ്ട്രത്തെ അപകടപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ്. In the parliament, the Prime Minister was very boastfully saying that we have given you 1 year of corruption-free government. I remember telling him in the parliament that it took 5-6 years under Dr. Manmohan Singh of the Congress UPA government for all the corruption scams to emerge. The 2G, the CWG, the CG, that is the Colgate, all these scams came after 5-6 years. So we were jocularly telling our Prime Minister, you also wait. 1 year is too short a time, your corruption scandals will also come. But their corruption scandals have started coming out and being exposed even within the first year of their office. അഴിമതിരഹിതമായ ഒരു വർഷം ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവർ അധികാരത്തിലേറിയത്. അതിന് മുമ്പുള്ള ഭരണകാലത്ത്, UPA ഭരണകാലത്ത് നിരവധി അഴിമതി കേസുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. കൽക്കരി കുംഭകോണമായിരുന്നാലും 2G സ്പെക്ട്രം കേസായിരുന്നാലും അങ്ങനെ നിരന്തരമായ അഴിമതികളായിരുന്നു മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായതെങ്കിൽ അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഇവിടെ ഉണ്ടാവുകയെന്നായിരുന്നു BJP സർക്കാർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഒരു കൊല്ലം അഴിമതിയുടെ ഭരണം പുറത്തു വരുന്നതിന് ഒരു കൊല്ലം മാത്രം പോവില്ല എന്നാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്. അതിപ്പോൾ ഏതാണ്ട് പറഞ്ഞത് ശരിയായി വരുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. That is why even today the parliament did not function. The Rajya Sabha mainly did not function, I am told. The government is charging the opposition, including the left and the CPIM, as being responsible for the disruption of the parliament. But what is the issue? Serious allegations have been raised of corruption against the cabinet ministers of Mr. Narendra Modi, against Chief Minister of Rajasthan, against Chief Minister of Madhya Pradesh, where there is not only corruption but there is also crime in this Vyapam scam. What are we asking? We are saying, investigate into these allegations, conduct an inquiry, and till that inquiry does not conclude, all these people should not continue to remain to hold office. That is the rule. That is the norm for every single employee in our country, particularly government employees and the government officers. Why cannot the same rules apply to the ministers in the central government and the chief ministers of states? All that we are asking is apply the same rules. After all, the Prime Minister announced to the nation that he is not the Pradhan Mantri, he is the Pradhan Sevak. He is not the Prime Minister, but he is the Prime Servant of the country. If you are the Prime Servant, apply the same rules that you apply for a government servant. The same rules must apply to the ministers, and they must quit office while this inquiry is going on. That is all we are demanding. But Parliament is not functioning means it is not the opposition, it is not the left. The Parliament is not functioning because of the government and the government's refusal to accept a reasonable demand. That is why
they are going to the extent of disrupting Parliament in order not to be accountable to the people on why they have not been able to fulfill their promises. പാർലമെന്റ് ഇന്നും പ്രവർത്തിച്ചില്ല. രാജ്യസഭയും ലോകസഭയും സ്തംഭിക്കുകയായിരുന്നു. അഴിമതിക്കാരായ മന്ത്രിമാർ മന്ത്രിസഭയിൽ തുടരാൻ പാടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം എടുത്ത നിലപാട്. പാർലമെന്റിനെ സ്തംഭിപ്പിച്ചതിന്റെ മുഖ്യ ഉത്തരവാദിത്വം CPIM-ൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രത്തിൽ തന്നെ ചില ക്യാബിനറ്റ് മന്ത്രിമാർ, ഇവരൊക്കെ അഴിമതി ആരോപണങ്ങൾ നേരിടുകയാണ്. അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നിടത്തോളം കാലം ഇവർ അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി രാഷ്ട്രത്തോടായി പ്രഖ്യാപിച്ചത് അത് പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണ് എന്നാണ്. എന്നാൽ പ്രധാന സേവകനായ അദ്ദേഹം അഴിമതിക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുകയുമാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ കേസെടുക്കുകയും അവ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. അതുവരേക്കും പാർലമെന്റ് പ്രവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. So what has been our experience? Whichever government, whether it's led by the Congress party, whether it's now led by the BJP, or whether it's only your own government in Kerala of the UDF, whichever government policies, economic policies, which are neoliberal economic policies, which facilitate the loot and profit maximization of foreign capital and domestic Indian big capital at the expense of the people, these policies themselves open new avenues of corruption. Anybody who is in government, because of these policies, corruption keeps on increasing. So fighting corruption today means fighting the Congress, fighting the BJP, fighting all the parties that follow the same economic policies, because it's these economic policies that breed this sort of corruption that is ruining our country and not allowing our people to have a better livelihood. നവ ഉദാരീകരണ നയങ്ങൾ സ്വീകരിക്കുന്ന സർക്കാരിൻ്റെ നടപടികളാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. അത് നവ ഉദാരീകരണ നയങ്ങൾ സ്വീകരിക്കുന്ന സർക്കാർ ഏതായിരുന്നാലും, കേന്ദ്രത്തിലായിരുന്നാലും കേരളത്തിലെ UDF സർക്കാരായിരുന്നാലും അതിനെതിരെ പൊരുതിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. വിദേശ കുത്തകളെയും സ്വദേശ കുത്തകൾക്കും കൈയഴിച്ചു വിട്ടുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ടും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം അപകടത്തിലാക്കുന്ന തരത്തിലേക്കുള്ള നയത്ത് ഇല്ലാതാക്കുന്നതുവരെ, സാമ്പത്തിക നയങ്ങൾ ഭേദഗതി വരുത്തുന്നതുവരെ ഈ സർക്കാരിന് തുടരാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടെ സമരം അവസാനിപ്പിക്കാനും കഴിയുകയില്ല. That's why if you want to eliminate corruption, if you want to fight against corruption, this cannot be only a moral question, only a question of morality, of honesty. This has to be a question of fighting against these policies that breed corruption at high places. And that is why the Communist Party of India, Marxist, talks about the alternative policies that are required for building a better India, for building a stronger India, and for providing better livelihood to all the working people of our country, for which there is no shortage of resources in our country. നവ ഉദാരീകരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ് അഴിമതി ഉണ്ടാകുന്നത്. അതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഒരു നല്ല ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന്, ശക്തമായൊരു ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് സാമ്പത്തിക നയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയൊരു നയം അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബദൽ സാമ്പത്തിക നയത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് നിലകൊള്ളുന്നതും അതിലേക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. And that is why this 1st to the 14th of August, the focus of the alternative policies today, which we have placed before the people of our country, is the deepening agrarian distress in our country. Since this government has come to office in the center, they are now changing and manipulating statistics. They are trying to doctor statistics to show that India is the fastest growing economy in the world. But you and I know the reality. Statistics can be manufactured. But the reality is, in the last 1 year of this BJP government, the number of farmers in our country who committed suicides has increased by 26%. The crisis in agriculture is the worst we have seen since independence. Our kisan, our farmer, is our annadata. And when the annadata commits suicide, when he cannot live, the country cannot live, and the people cannot live.
Unless you tackle this agrarian crisis, there is no way of building a better India. So from these 2 weeks, within these 2 weeks, from 1st to 14th of August, all over the country, the CPIM is mobilizing the people, raising these issues, and on that basis to build a powerful people's struggle to force the governments, both at the center and the states, to change their policies and bring in pro-people policies in the country for the benefit of the country and the people. നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ പട്ടിണി അകറ്റാൻ സാധിക്കുകയുള്ളൂ. അന്നം തരുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. അങ്ങനെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ഇന്ത്യയും ശക്തമായ ഇന്ത്യയും സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഓഗസ്റ്റ് 14 മുതൽ 2 ആഴ്ചക്കാലം ഈ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPIM ശക്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ കാർഷിക പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിന് നമ്മൾ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. കാർഷിക മേഖലയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നട്ടെല്ല്, സമ്പത്തിൻ്റെ നട്ടെല്ല് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. That's why today when we raise in the parliament saying give a loan waiver to our farmers, the farmers are committing suicide because the price that the minimum support price that the government gives is less than the cost of production for the last 2-3 years. No farmer can survive. So we are telling the debt burden of the farmers, if you relieve that, we are saying give competitive prices to our farmers with all the free trade agreements that they have made. The people of Kerala, the people who produce these commercial crops, they are facing a big crisis because of the fluctuation of the international market price. We ask the government to step in to give them a minimum support price so that they can reasonably live. But the government is not doing that. They are not doing that. On the contrary, they are reducing all the popular schemes that provide some relief to the people. Whether it is the rural employment guarantee, whether it is the public distribution system. You are lucky in Kerala that you have created, and the LDF has created in the past, a system of public distribution which is today being dismantled all over the rest of India. But you are lucky because it survives in your state, and because of your pressure it continues here. But all this is happening because the government wants to use the resources at our command for the benefit of foreign capital or industrial big capital. Government says it has no money to clear the loans of our farmers, but it can give a loan of 6 lakh crores to one favorite industrialist of theirs in order to start a new project. 6 lakh of crores for one industrialist, but no loan waiver for millions of Indian farmers who are increasingly committing suicide and crisis in our agriculture. That is the sort of country that is being built under the Prime Ministership of Shri Narendra Modi and this BJP government. കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് കാർഷിക കടങ്ങളാണ്. ആ കടങ്ങൾ എഴുതിക്കൊള്ളിക്കൊണ്ട് മാത്രമേ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരം പരിപാടികൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കേരളീയർ ഒരു പരിധി വരെ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പുമായി നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങൾ കാരണം ഇവിടെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. കേരളീയർ ഭാഗ്യവാന്മാരാണെങ്കിലും ഇതല്ല മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം വിതരണ സമ്പ്രദായത്തെയും പൊതുമേഖലാ സമ്പ്രദായങ്ങളും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അത് ശക്തമായി നിലകൊള്ളുന്നു എന്നത് തന്നെയാണ്. 6 ലക്ഷം കോടി ഉറുപ്പിക വിദേശ മുതലാളിമാർക്ക് ദാനം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരംശം മാത്രം മതിയാകുമായിരുന്നു ഇന്ത്യയിലെ കർഷകർക്ക് ഈ സാമ്പത്തിക സഹായം ചെയ്യുവാനായിട്ട്. എങ്കിൽ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്തു വരുന്നത് വിദേശ കുത്തകകളെ കൈയൊഴിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം നമ്മുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാന മേഖലയായ കാർഷിക മേഖലയെ കൈയൊഴിയുകയുമാണ്. അത് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. That is why through these movements all over the country, between the 1st and the 14th of August,
We want to build the public pressure on this government to pursue alternative policies which are pro-people policies, to pursue policies that will strengthen India as a country, instead of pursuing policies that are reducing India to be a subordinate junior ally and partner of the United States of America in the world affairs. Today, India's position in the world, instead of being a strong independent position, we are seen as a subordinate ally of US imperialism. We have today in our country enough resources. We have today in the hands of the government enough resources. If these resources are used for the benefit of the people, for building the infrastructure of our country, instead of giving concessions to foreign and domestic capital, then we can build a better India, we can provide a better life for all the working people in our country. We have that potential. What we require is to change these policies to achieve that potential. And it's only people who can change these policies through their struggles, and that is the objective of this fortnight-long campaign that we have, that we are conducting today. ഈ ആഗസ്റ്റ് മാസം 14 തീയതി മുതൽ 2 ആഴ്ചക്കാലം നമ്മൾ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ജനകീയ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ജൂനിയർ പാർട്ണറായി നിന്നുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടും ലോക സാമ്രാജ്യത്തിന് അനുകൂലമായിട്ടും മാറ്റിയെടുക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. വിദേശ കുത്തകകൾക്കും വിദേശ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന സാമ്പത്തികം മാത്രം മതിയാകുമായിരുന്നു ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. അതിലേക്കായി ശക്തമായ ഒരു ഇന്ത്യയെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ നയപരിപാടി സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തുകയും അതങ്ങനെ മാറ്റം വരുത്തുന്നതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന്റെ നേതൃത്വത്തിൽ ഈ 14 തീയതി മുതൽ 2 ആഴ്ചക്കാലം നടത്താൻ പോകുന്ന ജനകീയ സമ്മർദ്ദ പ്രക്ഷോഭ പരിപാടി. Kerala has a very important role to play in this. I've come here to appeal to all of you that please, you're all the inheritors of the legacy of Kerala. When we were born, at that time Kerala was electing a communist ministry. As a student, I learned from Kerala the importance of struggles and how struggles can shape not only the politics of who will come to government, who will be in the opposition, but struggles can shape the policies on which the life and livelihood of crores of people in our country will depend. That is why our artist friends asked me to write on that banner they have there. I only wrote what I learned from Kerala, from this very street in fact. On the first demonstration I came way back in 1980-81. The slogan that was being given then was, "Struggle will make us free." And that is what I've written there, struggle will make us free. And it is that struggle, how to be conducted in today's conditions to make us free of the bondage. This fortnight is only a small part of that bigger struggle. How that bigger struggle has to be carried forward, the people of India also look towards all of you in Kerala to show the way, to give some ideas of how this struggle has to be converted. We have the potential. Our youth are the best in any field in the world today. If we give them health, if we give them education, if we give them employment, India will be the leader of the world's knowledge society. The same dream that Abdul Kalam had. We can do that, but we have to change the policies. And for that, people's pressure and struggles are important. And that is why I come here to appeal to you that please not merely join us, but also tell the rest of the country which direction to go, and that you will have the opportunity soon to show the country which direction to go in Kerala politically, and I'm sure you'll show that direction to the people of the rest of India. And with that, I once again heartily give you my revolutionary greetings and my red salute that has been conducted all through Kerala. കേരളത്തിൽ ഇക്കാര്യം നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്.
കേരളം നമുക്ക് പഠിപ്പിച്ചു തന്നത് സമരത്തിൻ്റെ പാതയായിരുന്നു. ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ കേരളത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ നയപരിപാടികൾ സ്വീകരിച്ചത്. 1980-81 കാലത്ത് ഞാൻ ഇവിടെ വരുമ്പോഴും സമരത്തിലൂടെ നമുക്ക് വളരാൻ സാധിക്കുമെന്നാണ് നമ്മൾ കാണിച്ചു തന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഈ കലാകാരന്മാരായ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ അതിലെങ്ങനെ എഴുതിയത്, ഈ സമരമാണ് നമ്മുടെ മോചനത്തിന് മാർഗം എന്നുള്ള കാര്യം. കേരളത്തിന് ഇന്ത്യക്ക് പഠിപ്പിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അത് പ്രതിപക്ഷത്തായിരുന്നാലും ഭരണപക്ഷത്തായിരുന്നാലും നിരന്തരമായ സമരമാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നത് എന്നുള്ളതാണ് കാര്യം. നമ്മുടെ അന്തരിച്ച രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നമുക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജനതയെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അവരെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക നയപരിപാടികളിൽ മാറ്റം വരുത്തിയേ മതിയാകൂ. അങ്ങനെ സാമ്പത്തിക നയപരിപാടികൾ മാറ്റം വരുത്തുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിപ്ലവാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവസാനങ്ങൾ ലാൽ സലാം സഖാക്കളെ. ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ സംസാരിക്കും. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, പാർട്ടി ജനറൽ സെക്രട്ടറി ഇത്തരമൊരു പ്രക്ഷോഭത്തിന് ആധാരമായ ദേശീയാടിസ്ഥാനത്തിലുള്ള കാരണങ്ങൾ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ദേശീയ തലത്തിലുള്ള മുദ്രാവാക്യങ്ങളും കേരളത്തിലെ പ്രത്യേക പ്രശ്നങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ആസൂത്രണം ചെയ്തത്. ഇവിടെ പല പ്രക്ഷോഭങ്ങളും കണ്ട നാടാണ് കേരളം. എന്നാൽ ഇതേവരെയുള്ള എല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ തോതിലുള്ള ജനപങ്കാളിത്തമാണ് ഈ സമരത്തിലുണ്ടാകുന്നത്. ഇവിടം മുതൽ മഞ്ചേശ്വരം വരെ ബഹുജനങ്ങളാകെ റോഡ് സൈഡിൽ ഈ വൈകുന്നേരം അണിനിരക്കുകയാണ്. ഇത്തരമൊരു പ്രക്ഷോഭത്തിന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഉറപ്പ് അത്രയധികം പ്രയാസമനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആ പ്രയാസങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു സമരമുറയിൽ അണിനിരക്കാൻ റോഡ് സൈഡിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ സമരത്തിൻ്റെ ഒരു ചിത്രം അതേ രീതിയിൽ എടുക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം മുതൽ രാജ്ഭവൻ വരെ അണിനിരന്നിട്ടുള്ള ജനലക്ഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ CPIM-നല്ലാതെ കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്താൻ മറ്റേതെങ്കിലും പാർട്ടിക്ക് കഴിയുമോ എന്ന് സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകും. CPIM ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും അവശതി അനുഭവിക്കുന്നവരുടെയും നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരുടെയും ഈ നാട്ടിൽ ജോലിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും
താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. ഓരോ ഘട്ടത്തിലും ഈ ജനവിഭാഗങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രതികരിക്കാനും പ്രക്ഷോഭമുയർത്താനും പാർട്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളിലെല്ലാം വലിയ തോതിൽ ഓരോ ഘട്ടത്തിലും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ അണിനിരന്നതുമാണ് അനുഭവം. ഇവിടെ പാർട്ടി ജനറൽ സെക്രട്ടറി കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. 26% ആത്മഹത്യ പെരുകിയ നിരക്കും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ? കേരളത്തിലെ കർഷകർ ഇതുപോലെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കർഷകർക്ക് രക്ഷയുണ്ടോ? ഒരു കർഷകനും രക്ഷയില്ല എന്നതാണ് അവസ്ഥ. നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. എന്നാൽ കാർഷിക രംഗം പൂർണ്ണമായി അതിലേറ്റവും നല്ല വരുമാനം നേരത്തെ നേടിയിരുന്ന ഓരോ രംഗവും പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. റബ്ബറിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഒരു പരിഹാരവുമില്ല. പരിഹാര നടപടികളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നു. നാളികേരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നൊരു മേഖല. എന്നാൽ നാളികേരത്തിൻ്റെ സ്ഥിതി വലിയ തോതിൽ വിലയിടിവ് വന്നിരിക്കുന്നു. 80 ലക്ഷം കർഷകർ നമ്മുടെ സംസ്ഥാനത്ത് നാളികേരത്തെ ആശ്രയിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു, വേറൊരു ഭാഗത്ത് വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുന്നു. ഈ നാട്ടിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സർക്കാരുകൾ തയ്യാറാവുകയാണ്. അതിനെല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു കാര്യമുണ്ട്. കുരുമുളകിനും വില ഇടിഞ്ഞിരിക്കുന്നുവെന്ന്. എല്ലാ നാണ്യവിളകളും തകരുകയാണ്. ഈ റോഡിൽ വാഹനത്തിന് പോകാനുള്ള സൗകര്യം കൊടുക്കേണ്ടതാണ്. നിങ്ങൾ വന്ന് ഇവിടെ കൊടിയും വീശി നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാകും. സൈഡിലോട്ട് മാറി നിൽക്ക്. നേരത്തെ 4 മണിക്ക് വരാനാണല്ലോ കണക്കാക്കിയിരുന്നത്. മാറി നിൽക്ക് പെട്ടെന്ന്. ആ വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം അവിടെ ചിലർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. നാണ്യവിളകൾ എല്ലാം തകർന്നു കിടക്കുകയാണ്. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് കേരളത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒപ്പിട്ട ആസിയാൻ കരാറ് അതേ നയം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്ന് സഖാവ് സീതാറാം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ടല്ലോ,
ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെയുണ്ട് എന്ന് ആ ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടോ? ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടോ? കാർഷിക പ്രശ്നങ്ങൾ പരിഹാരം കാണേണ്ടതാണ് എന്നൊരു ചിന്ത ഗവൺമെന്റിനുണ്ടോ? യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മുടെ സംസ്ഥാനത്തൊരു ഗവൺമെന്റ് ഉണ്ടോ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് കാർഷിക രംഗത്തിന്റെ സ്ഥിതിയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു മേഖലയായിരുന്നു പരമ്പരാഗത വ്യവസായ മേഖല. ഇപ്പം അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന് അവകാശപ്പെടാൻ ഇപ്പം കഴിയുമെന്ന് സംശയമാണ്. ഈ ഗവൺമെന്റ് 4 വർഷം മുൻപ് അധികാരത്തിൽ വരുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുത്ത മേഖലയായിരുന്നു പരമ്പരാഗത വ്യവസായ മേഖല. എന്നാൽ അതിനെ പൂർണ്ണമായി തകർത്തിരിക്കുന്നു. കശുവണ്ടിയുടെ ദുരവസ്ഥ എവിടെ എത്തിച്ചു? INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. എത്രമാത്രം അപമാനകരമായ നിലയാണെന്ന് നോക്കണം. ചന്ദ്രശേഖരന് ഉമ്മൻചാണ്ടിയോട് വിരോധമുണ്ടോ? ചന്ദ്രശേഖരന് ചെന്നിത്തലയോട് വിരോധമുണ്ടോ? പക്ഷെ ചന്ദ്രശേഖരൻ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവായി പോയി. അദ്ദേഹം കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തും ഇരുന്നു പോയി. പരമ്പരാഗത വ്യവസായ മേഖലയെ തകർക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നയം നേരെ അനുഭവിച്ചപ്പോ ആ തൊഴിലാളി നേതാവിന് തൻ്റെ കൂടി അനുയായികൾ ഉൾക്കൊള്ളുന്ന ആ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ തൊഴിലാളികളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിക്കുന്നു. ആ ഉറപ്പുകളൊന്നും നടപ്പാക്കപ്പെടുന്നില്ല. ഈ ഓണക്കാലത്ത് പോലും ആ കശുവണ്ടി തൊഴിലാളികൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ നിരാഹാരം ആരംഭിക്കാമെന്ന് വെച്ചു. തൊഴിലാളി പട്ടിണി കിടക്കുകയാണെങ്കിൽ ആ പട്ടിണി ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ, ഗവൺമെന്റിനെ കൊണ്ട് പഴയ തീരുമാനം നടപ്പാക്കിക്കാൻ കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം വെച്ചുകൊണ്ട് ഇത് കണ്ടില്ല നടിക്കാൻ പറ്റില്ല എന്നതിൻ്റെ മേലെ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് കശുവണ്ടിയുടെ സ്ഥിതി. CIT നേതൃത്വം നടന്ന പ്രക്ഷോഭങ്ങൾ നിരവധിയാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. INTUC-യുടെ നേതാവിന് പോലും നിരാഹാരം കിടക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അതാണ് പ്രശ്നം. കയർ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തൊരു മേഖലയായിരുന്നു അത്. ഇന്ന് ഏതാനും ആയിരങ്ങൾ തന്നെ തൊഴിലെടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അത്ര കണ്ട് അതിനെ തകർത്തിരിക്കുന്നു. ഓരോ മേഖലയും ഇതാണ് സ്ഥിതി. കൈത്തറി, നമ്മുടെ നാട്ടിലെ ബാലരാമപുരത്ത് വെച്ച് നെയ്തിരുന്ന കൈത്തറി സാരികൾ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായവയാണ്. ഇതേ പോക്ക് പോയാൽ ആ സാരി ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ പോലും ഇല്ലാതാവും. കാരണം ആ നെയ്ത്ത് അറിയുന്നവരെല്ലാം നശിച്ചു. പുതിയ ആളുകൾ ആ രംഗത്ത് വരാതിരിക്കും. അത്രമാത്രം ദുരിതമാണ് കൈത്തറി രംഗത്തുള്ളത്. ഈറ്റ, പനമ്പ്, മത്സ്യം, ചെത്ത് ഇതെല്ലാം വലിയ തോതിൽ തകർന്നു കിടക്കുന്നു. ഇതാണ് അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത്. ഞാൻ ഈ ഓരോ രംഗത്തേക്കും ഇപ്പോൾ കടന്നു പോകുന്നില്ല. നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ടതാണല്ലോ. ഇത്തരമൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളത്തെ ഇങ്ങനെ തകർക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് വേണോ എന്നതാണ് പ്രശ്നം. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല രാജ്യത്ത് മാത്രമല്ല വിശ്വപ്രസിദ്ധമാണ്.
ആ രണ്ട് മേഖലയെയും പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു. ഇങ്ങനെ സകല മേഖലകളെയും തകർക്കാൻ ഒരു ഗവൺമെന്റ് വേണോ? ഇവിടെ സഖാവ് സീതാറാം സംസാരിച്ചു തുടങ്ങുമ്പോൾ യുവജനത്തെ കുറിച്ച് പറഞ്ഞു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ യുവാക്കളെ കാണാം. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ടെക്നോളജി കേന്ദ്രങ്ങളിൽ പോയാൽ, ഗൂഗിളിന്റെയും മറ്റും ആസ്ഥാനത്ത് പോയാൽ അവിടെയെല്ലാം മലയാളിയുടെ സാന്നിധ്യം വലുതാണ്. മലയാളി ചെറുപ്പക്കാർ ധാരാളമാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പുറത്തുപോയി മാത്രമേ അവരുടെ മികവ് കാട്ടാൻ കഴിയൂ. ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞോ? തൊഴിൽ അവസരമുണ്ടോ? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ തൊഴിലെടുത്ത് കഴിയാൻ, നല്ലൊരു വിഭാഗത്തിന് ഇവിടെ തന്നെ തൊഴിലെടുത്ത് കഴിയാൻ അവസരം വേണ്ടേ? എന്തിനിങ്ങനെ ഒരു ഗവൺമെന്റ്? ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ നാട് പുറകോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ നാട് വളർന്നെത്തേണ്ട നില പരിശോധിച്ചാൽ ഒരു 50 വർഷക്കാലം പുറകോട്ട് പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. മറ്റു നാടുകൾ താരതമ്യപ്പെടുത്തണം. ഈ നാടുമായി തൊട്ടുകിടക്കുന്ന നാടുകളെ താരതമ്യപ്പെടുത്തണം. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. എന്തേ ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം? നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾ കാണിച്ച കെടുകാര്യസ്ഥത. കേരളത്തിനൊരു നിശ്ചിത കാലയളവെടുക്കും. ആ നിശ്ചിത കാലയളവിൽ തമിഴ്നാടും കർണാടകയും നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ, അവർ നേടിയ പുരോഗതി കണക്കാക്കി ഈ കേരളം എവിടെ നിൽക്കുന്നുവെന്ന് നോക്കി. നമ്മൾ പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ തുടക്കം കുറിച്ച ഗവൺമെന്റുകൾക്ക് ഇവിടെ തുടർച്ചയുണ്ടായിട്ടില്ല. പിന്നെ വന്നത് ആ തുടക്കം കുറിച്ചതിനെല്ലാം തകർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ. ഈ ദുരവസ്ഥയിൽ മനോവേദനയുള്ള എല്ലാവരും ഇന്നത്തെ ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ഇത് കൂടുതൽ ശക്തമായി തുടരേണ്ടതാണ്. ഇന്ന് ജനലക്ഷങ്ങൾ അണിനിരന്ന പ്രക്ഷോഭമാണെങ്കിലും കൂടുതൽ കരുത്തോടെ തന്നെ ഈ സർക്കാരിന്റെ ദുശ്ചെയ്തികൾക്കെതിരെ പ്രക്ഷോഭം തുടരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.